കൂടുതൽ ടെക് വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചാനൽ അപ്ഡേറ്റ്സ് അപ്പോൾ തന്നെ അറിയാൻ വേണ്ടി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. നമ്മളെല്ലാവരും ഫോട്ടോസ്, ഇമേജസ് കാര്യങ്ങൾ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇടാറുള്ളത്. പക്ഷെ പലപ്പോഴും നമ്മൾ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് അതിൻ്റെ സൈഡിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും എഴുത്തോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഫ്രെയിമിൽ വന്ന് നിന്നിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ ക്രോപ്പ് ചെയ്തിട്ട് നമ്മൾ വിചാരിക്കും എൻ്റെ കുറച്ചുകൂടി കിട്ടുകയാണെങ്കിൽ എത്ര നല്ലതായിരുന്നു, ആ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഉദ്ദേശിച്ച കാര്യമൊന്നും കിട്ടിയില്ലല്ലോ, ക്രോപ്പ് ചെയ്തപ്പം ഇത്രയേ ഉള്ളല്ലോ എന്നൊക്കെ വിചാരിക്കും. ഇനി അങ്ങനത്തെ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് നമ്മുടെ ഫോട്ടോ നീറ്റായിട്ട് ക്രോപ്പൊന്നും ചെയ്യാതെ എഡിറ്റ് ചെയ്യാനുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ റിമൂവ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ആപ്പിനെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഫോട്ടോസിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്ത് അൺവാണ്ടഡ് സ്റ്റഫ് മായ്ച്ചു കളയാൻ സഹായിക്കുന്ന ഈ ആപ്പിൻ്റെ പേര് ടച്ച് റീടച്ച് ഫ്രീ ആപ്പ് എന്നുള്ളതാണ്. ചിലപ്പം പ്ലേ സ്റ്റോറിൻ്റെ അകത്തുനിന്ന് ഇത് തപ്പി കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തുനിന്ന് നിങ്ങൾക്ക് നേരിട്ട് എളുപ്പത്തിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടച്ച് റീടച്ച് ഫ്രീ ആപ്പ് എന്നുള്ളത് എൻ്റെ ഫോണിൽ ഇപ്പോൾ ഓൾറെഡി ഡൗൺലോഡഡ് ആണ്. അത് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ഫസ്റ്റത്തത് ഫോട്ടോസ് നമുക്ക് ഗാലറിയിൽ നിന്ന് എടുക്കാം. സെക്കൻഡ് കാണുന്നത് നിങ്ങളുടെ ഫോട്ടോസ് ഇപ്പോൾ നിങ്ങൾക്ക് ക്യാമറ യൂസ് ചെയ്തെടുത്തിട്ട് അതിൽ എഡിറ്റ് ചെയ്യാം. പിന്നെ താഴെ രണ്ടെണ്ണം കാണുന്നത് അതെങ്ങനെയാണ് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പം ഞാൻ എൻ്റെ ഫോണിൽ ഓൾറെഡി ഉള്ള ഒരു ഗാലറിയിലെ ഫോട്ടോ എടുത്തിട്ടാണ് എഡിറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ എഡിറ്റ് ചെയ്യേണ്ട എന്ത് സാധനമാണോ എനിക്ക് മായ്ക്കാനുള്ള ആ ഒരു പെർട്ടിക്കുലർ ഇമേജ് സെലക്ട് ചെയ്തു. ഈ താഴെ കുറേ ഓപ്ഷൻസ് കാണാം, കുറേ സിമ്പിൾസ് ഉണ്ട്. അതിൽ രണ്ടാമത്തെ സിമ്പിളാണ് ഒരു ബ്രഷ്. ആ ബ്രഷ് സെലക്ട് ചെയ്യുകയാണ്. ബ്രഷിൻ്റെ സൈസ് നിങ്ങൾക്ക് ലെഫ്റ്റിലേക്ക് റൈറ്റിലേക്ക് ആക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സൈസ് കൂട്ടണമെങ്കിൽ റൈറ്റിലേക്ക് ആക്കാം, കുറയ്ക്കണമെങ്കിൽ ലെഫ്റ്റിലേക്ക് ആക്കാം. ഓക്കെ, ഇതിലൊരു സൈസ് ഞാൻ സെലക്ട് ചെയ്തു. ഇനി ഈ ഒരു ഇമേജിൻ്റെ അകത്ത് രണ്ട് സാധനമാണുള്ളത്. ഒന്ന് എൻ്റെ മൊബൈലാണ്, ഒന്ന് വേറൊരു പെർട്ടിക്കുലർ തിങ് ആണ്. ഇതിലേതാണോ എനിക്ക് ഹൈഡ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്യാൻ പോവാണ്. വേണ്ടാത്ത മൊബൈലാണ്. ആ മൊബൈൽ കൈ ഉപയോഗിച്ചിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യാൻ പോണത് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടണാണ്. ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ താഴെ കാണാം, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഫോട്ടോൻ്റെ അകത്തുനിന്ന് ആ മൊബൈൽ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങളുടെ ഫോണിൽ ഏത് ഫോട്ടോസാണോ അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫോട്ടോ പഴയതുപോലെ തന്നെയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് മെയിലിൽ കാണാം അൺഡു കാണാം, അൺഡു ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ റീഡു ചെയ്തിട്ട് എടുക്കുകയാണ്. ഈ ആപ്പിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന സിമ്പിൾസിൽ ലാസ്റ്റ് വൺ നിങ്ങൾക്കൊരു മാർക്ക് കാണാം, ഒരു സിമ്പിൾ കാണാം, അത് സെലക്ട് ചെയ്യുക. എഡിറ്റ് ചെയ്തിട്ടുള്ള ഈ ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിലേക്ക് സേവ് ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഫയൽ നെയിം കൊടുക്കാം. ഗാലറി എടുത്ത് നോക്കാം നമുക്ക് എവിടെയാണ് ആ ഫോട്ടോ വന്നിട്ടുള്ളതെന്ന്. ടച്ച് റീടച്ച് ഫ്രീ ആപ്പിൻ്റെ ഒരു ഫോൾഡർ അതിൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കാണാം. പഴയ ഫോട്ടോ ഡിലീറ്റ് ആവില്ല. അതുപോലെ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഫോട്ടോയിൽ ഒന്നും ക്രോപ്പോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആപ്പും അതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു അറിവ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, കൂടുതൽ ആളുകളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കൂടുതൽ അറിവുകളായിട്ട് ഞങ്ങൾ വീണ്ടും വരും. Till then.